നമ്മളെ നമ്മൾ മനസ്സിലാക്കാതെ നമുക്ക് ഈ ലോകത്തെ മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മളെ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ ഒരു 500ഓളം വീഡിയോസ് യൂട്യൂബിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിലെല്ലാം പറയുന്നത് ഒറ്റ കാര്യം മാത്രം, പ്യുവർ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് മാത്രം. നോക്കൂ, നമുക്ക് അബോധമാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്. അതൊരു സമൂഹം നമുക്ക് അടിച്ചേൽപ്പിച്ച് നൽകിയ ഒരു ബ്രെയിൻ വാഷിംഗ് ആണ് നമ്മുടെ തോട്ട്സ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മുടെ ഇമോഷനായിട്ടും നമ്മുടെ ലൈഫായി മാറിക്കൊണ്ടിരിക്കുന്നതും. എന്നാൽ ക്രിയേറ്റർ, ഒരു കോസ്മിക് കോൺഷ്യസ്നെസ് നമ്മളിൽ നിലനിൽക്കുന്നുണ്ട്. അത് നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പം, അത് എക്സ്പീരിയൻസ്ഡായി തീരുമ്പം ലൈഫ് തന്നെ മാറുകയാണ്. മാറുക എന്ന് പറയുമ്പം നോർമൽ ഇമോഷൻസിൽ നിന്ന് നമ്മൾ നമ്മുടെ ബോധത്തിലേക്ക് കടക്കുന്നൊരു പ്രക്രിയ. അത് വളരെ ബ്യൂട്ടിഫുള്ളാണ്, തിരിച്ചറിവിൻ്റെയാണ്. ബോഡിയിലാണ് ലീവ് ചെയ്യുന്നത്, എന്നാൽ ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച്ഡുമാണ്. കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്നൊരു വീക്ക്നെസ് നമ്മൾ അനുഭവിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഏത് ഇമോഷനിലും നമ്മൾ വീക്ക്നെസ് നേടുന്നൊരവസ്ഥ. പ്യുവർ കോൺഷ്യസ്നെസ് എല്ലാ മനുഷ്യനിലുമുണ്ട്. നമ്മൾ ബോധമുണ്ട്. അത് നമുക്ക് ഉണർത്താൻ സാധിക്കണം. എന്നാൽ മാത്രമേ ഈ ലോകത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നമ്മളെ നാം അറിയാതെ മറ്റുള്ളൊരു വ്യക്തികളെ പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. നമ്മൾ ട്രെയിൻ ചെയ്തിരിക്കുന്ന ഒരു സൊസൈറ്റിയുടെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും അറിഞ്ഞിട്ടുമില്ല. എല്ലാം നമ്മുടെ ഇമോഷനിലുള്ള ഒരു ഇൻ്റലക്റ്റ് മാത്രം. അതിന് ഇൻ്റലക്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. അബോധം തിരിഞ്ഞെടുക്കുന്ന ചില ബുദ്ധികൾ, അതിന് കുറച്ച് ആവശ്യങ്ങളും മെച്ചപ്പാടുകളും ഉണ്ടാക്കാൻ സാധിക്കുന്നതല്ലാതെ നമുക്ക് ജീവൻ്റെ ഒരു ഭാഗത്തായിട്ട്, ജീവൻ്റെ ഒരു സുഖങ്ങളിലും അത് ബന്ധപ്പെടില്ല. ഇത് സുഖമല്ല, ഇതാണ് യഥാർത്ഥ മനുഷ്യബോധം. കുട്ടിക്കാലം മുതൽ തന്നെ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഇത് അറിയായിരുന്നെങ്കിൽ ഇത് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരില്ലായിരുന്നു. അവരെ ട്രെയിൻ ചെയ്തെടുത്തൊരു സൊസൈറ്റി തന്നെ നമ്മളെയും ട്രെയിൻ ചെയ്യിപ്പിച്ചു. അതുകൊണ്ട് നമ്മുടെ ബോധം നമ്മുടെ നേച്ചറായി തന്നെ ഉണ്ട്, പക്ഷെ അത് അകന്നുപോയി നമ്മളിൽ നിന്ന്. അതിന് നമ്മൾ വലിയൊരു കോസ്മിക് എനർജിയിൽ നമ്മളൊന്ന് ഇരിക്കണം. ഒരു ഉയർന്ന കോസ്മിക് എനർജിയുടെ പ്രസൻസ് നമ്മളിൽ കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ബോധമായി ചേരാൻ കഴിയുകയുള്ളൂ.